ഹലോ. അപ്പോൾ നമ്മളൊന്ന് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്നിപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, മഹേഷേട്ടൻ്റെ പിള്ളേർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കൂട്ടി കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിന്ന് വെള്ളിയാഴ്ച കൊണ്ട് തന്നെ പാർക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിൽ ചെന്നപ്പോഴത്തേക്കും എന്തേ കുതിരേനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുതിരപ്പുറത്ത് കയറി അതുവഴി പോകണമെന്നും പറഞ്ഞ് അങ്ങനെ മഹേഷേട്ടനും ബാച്ചുട്ടിയും കൂടെ കുതിരപ്പുറത്തൊക്കെ കയറി ഫുൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മൾ പാർക്കിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ ലുലുവിലേക്കാണ് പോയത്. പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ലുലു, നമുക്ക് നടന്നു വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ലുലുവിൽ കയറി, പിള്ളേർ വന്നതല്ലേ അപ്പോൾ അവർക്ക് സൈക്കിളൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൈക്കിൾ നോക്കാൻ കയറിയപ്പോഴത്തേ നമ്മുടെ പാച്ചുട്ടിക്കും സൈക്കിൾ കണ്ടപ്പോൾ ഓടിക്കാനൊരു മോഹം. വാങ്ങിക്കൊടുത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അതേ ഇവിടെ പാത്രത്തിലൊക്കെ ഒരുപാട് സെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും എന്തേ നമ്മുടെ പാച്ചുട്ടി മഹേഷേനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് ലുലുവിൻ്റെ അകത്ത് കൂടെ സൈക്കിൾ ഓടിച്ച് കളിക്കുമായിരുന്നു. ഏകദേശം ഒരു പകുതിയോളം നമ്മുടെ ഒരു മീനൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഏരിയ വരെ അവർ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലുലുവിൽ ഇറക്കി വിടാതിരുന്നത് ഭാഗ്യം. എന്തായാലും നമ്മൾ കുറേ ഒന്ന് രണ്ട് സൈക്കിളൊക്കെ എടുത്ത് നോക്കി ട്രയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവർക്ക് നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാച്ചുട്ടിക്ക് സൈക്കിൾ എടുത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ വന്നിറങ്ങി അന്ന് തന്നെ പാച്ചുട്ടിക്ക് നമ്മൾ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാച്ചുട്ടിക്ക് സൈക്കിൾ വാങ്ങിച്ചില്ല, എന്നാലും അവൻ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാം, പിന്നെ സൈക്കിൾ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ഇപ്പോൾ മാങ്ങാപ്പഴത്തിൻ്റെ സീസണല്ലേ, അപ്പോൾ കുറച്ച് ഒരു മാംഗോ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പല വെറൈറ്റി മാങ്ങാപ്പഴങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, പക്ഷേ ഭയങ്കര പുളിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി പുളിയായി മാങ്ങാപ്പഴത്തിന്. ഇതിൻ്റെ തൊണ്ടൊക്കെ കാണുമ്പോൾ കണ്ടോ എന്ത് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളൊരെണ്ണം എടുത്ത് പുളി നോക്കിയാൽ കഴിഞ്ഞാൽ പുളി കൊണ്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ ചില വെറൈറ്റി ഉണ്ടല്ലോ, പല വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അതിൽ മധുരമുള്ളത് നോക്കി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നേരത്തെ വന്ന് വാങ്ങിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളത് നോക്കിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ആപ്പിൾ കണ്ടപ്പോൾ പാച്ചുട്ടി A4 ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പഠിത്തമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ട്യൂഷനൊക്കെ പോകുന്നുണ്ടല്ലോ അതിൻ്റെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ സമയം അതുവഴിയൊക്കെ കറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ ഒന്ന് നോക്കി വാങ്ങിച്ച് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും പാച്ചുട്ടിയോട് വണ്ടിയായിരുന്നു ചോക്ലേറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റൊക്കെ കഴിച്ച് നമ്മൾ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.